ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഐഫോണിൽ വെബ് ആപ്ലിക്കേഷൻ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. വെബ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റിൽ നിങ്ങളൊരു വെബ്സൈറ്റിൽ കയറിയിട്ട്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ എന്തെങ്കിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് സ്വന്തമായ ഒരു ആപ്പായിട്ട് ഐഫോണിൽ കീപ്പ് ചെയ്യാം, ആപ്പ് പോലെ. അതുപോലെ നിങ്ങളൊരു കാറിൻ്റെ വെബ്സൈറ്റിൽ കയറി, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ആപ്ലിക്കേഷൻ പോലെ കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നൊന്ന് കണ്ടു നോക്കാം. ഗൈസ്, അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം സഫാരി ഓപ്പൺ ചെയ്തു. ഓക്കെ, സഫാരി ഓപ്പൺ ചെയ്തതിന് ശേഷം എനിക്ക് വേണ്ട വെബ്സൈറ്റ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ എനിക്ക് വേണ്ടത് BMW വെബ്സൈറ്റാണ് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ BMW എന്ന് ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തു. അപ്പോൾ BMW വെബ്സൈറ്റ് വന്നു. ഇത് BMW വെബ്സൈറ്റാണ് ആക്ച്വലി. ഇത് എനിക്കൊരു ആപ്പ് പോലെ കിട്ടണം, ഈ ഒരു വെബ്സൈറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഷെയർ പ്രസ് ചെയ്യുക. ഷെയർ പ്രസ് ചെയ്യുമ്പോൾ അതിലുണ്ടാവും ഇവിടെ എന്താണ് ആഡ് ടു ഹോം സ്ക്രീൻ എന്നുണ്ടാവും. ഓക്കെ, അതിൽ പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ പറ്റും. ഈ ഒരു URL മുകളിൽ കാണുന്ന ഈ പോർഷനിൽ അവിടെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഈ BMW എന്ന് മാത്രം ആക്കി കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് കൊടുക്കാം. എന്നിട്ട് ഓപ്പൺ ആസ് എ വെബ് ആപ്പ് എന്നുണ്ട്. ഇതിപ്പോൾ ഓഫിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺ ആക്കണം. ഇത് ഡിഫാൾട്ടായിട്ട് ഓൺ ആയതുകൊണ്ട് ഞാനൊന്നും ചെയ്യാത്തത്. ഇവിടെ ഓൺ ആക്കണം. അതിന് ശേഷം ആഡ് എന്ന് പ്രസ് ചെയ്യാം. ആഡ് എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഹോം സ്ക്രീനിലേക്ക് പോയാൽ ഇവിടെ ഒരു ആപ്പ് പോലെ വന്നു. ഈ ഒരു വെബ്സൈറ്റ് ഇവിടെ ഒരു ആപ്പ് പോലെ പ്ലസ് ലോഗോ അടക്കം വന്നു. ഇനി ഞാൻ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ തുറക്കുന്നത് പോലെ ഉണ്ടാവും. ഇതിപ്പോൾ ഒരു ആപ്പ് തുറന്ന പോലെ ഉണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഏതൊരു വെബ്സൈറ്റും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വെബ്സൈറ്റും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതുപോലെ ഒരു ആപ്പായിട്ട് ഐഫോണിൽ കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡെയിലി ചെക്ക് ചെയ്യേണ്ട ചില വെബ്സൈറ്റുകൾ നമുക്ക് ഇതുപോലെ ആപ്പാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ, വെരിഫൈ ചെയ്യാനും അതുപോലെ തന്നെ ഡെയിലി ചെക്ക് ചെയ്യാനും ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കും. ഇതുപോലത്തെ ചെറിയ ടിപ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എനിവേ താങ്ക്സ്.